നമസ്കാരം. പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. സൃഷ്ടാവായ ദൈവം ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിളിച്ചു. ജീവന്റെ ഉടമയായ പരമകാരുണികൻ മൂന്നാം നാൾ ഉയർത്തതിന്റെ പിറ്റേന്ന് തന്റെ ആടുകളുടെ വലിയ ഇടയനെയും തന്നിലേക്ക് ചേർത്തു. 88 വയസ്സിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാവിലെ 7:35 മാർപ്പാപ്പയുടെ വിയോഗമെന്ന് വത്തിക്കാൻ അറിയിച്ചു. റോമിലെ ജെമല്ലി ആശുപത്രിയിൽ 1 മാസത്തിലധികം ചികിത്സയിൽ കഴിഞ്ഞ പാപ്പയുടെ ആരോഗ്യനില വത്തിക്കാനിൽ എത്തിയ ശേഷം മെച്ചപ്പെട്ട് വരികയായിരുന്നു. ഓക്സിജന്റെ സഹായത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടയിലാണ് അപ്രതീക്ഷിത വിയോഗം. ഏപ്രിൽ 21 തിങ്കളാഴ്ച രാവിലെ നിത്യതയിൽ ചേർക്കപ്പെട്ടെന്ന വിവരം 9:45 കാർമലെങ്കോ കർദിനാൾ കെവിൻ ഫാരൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ലോകമാസകലം വലിയ ഇടയന്റെ വിയോഗത്തിൽ വിതുമ്പി. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കഴിഞ്ഞ ശനിയാഴ്ച കൂടിക്കാഴ്ച നടത്തിയ മാർപ്പാപ്പ വിശുദ്ധവാര ശുശ്രൂഷകളിലും പങ്കെടുത്തത് ലോകം ദൃക്സാക്ഷിയായി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 14 ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ഫ്രാൻസിസ് പാപ്പയെ പ്രവേശിപ്പിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പാപ്പയുടെ ആരോഗ്യനിലയിൽ ക്രമാനുഗതമായ പുരോഗതി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും കൂടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായതും ലോകം ഏറെ ആശങ്കയോടെയാണ് കണ്ടത്. എന്നാൽ തിങ്കളാഴ്ച 2 തവണ ശ്വാസതടസ്സം ഉണ്ടായെന്നും കടുത്ത അണുബാധയ്ക്കും കഫക്കെട്ടും അനുഭവപ്പെട്ടുവെന്നും വത്തിക്കാൻ അറിയിച്ചു. അതേസമയം മാർപ്പാപ്പ ഒരുപക്ഷെ മസ്തിഷ്കാഘാതം മൂലമാണ് മരിച്ചതെന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറ്റാലിയൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുപക്ഷെ മസ്തിഷ്കാഘാതം മൂലമാണ് മരിച്ചത്. പോപ്പിന്റെ രോഗാവസ്ഥയിൽ അദ്ദേഹത്തെ പരിചരിച്ച ജെമല്ലി ആശുപത്രിയിലെ ഡോക്ടർമാരെ ഉദ്ദേശിച്ച് ലാ റിപ്പബ്ലിക്ക എന്ന പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഈസ്റ്റർ ആശീർവാദത്തിന്റെ പിറ്റേന്ന് പാപ്പയുടെ മരണത്തിന് കാരണം ഒരു സെറിബ്രൽ ഹെമറേജ് ആയിരുന്നു, ഒരുപക്ഷെ ഒരു സ്ട്രോക്ക് അവർ പ്രഖ്യാപിച്ചു. പാപ്പ സമാധാനപരമായി അന്തരിച്ചുവെന്നാണ് കുറിപ്പ്. ന്യൂമോണിയയുടെ ഫലമുണ്ടായ ശ്വാസതടസ്സം മരണകാരണമല്ല എന്നും തുടർന്ന് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചത്. ഞായറാഴ്ച രാവിലെ ഈസ്റ്റർ പരമ്പരാഗത അനുഗ്രഹമായ ഉർബി എറ്റ് ഓർബി ലോകത്തിനും നഗരത്തിനും നൽകിയിരുന്നു. 2013 മാർച്ച് 13 അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ പത്രോസിന്റെ പരമോന്നത സിംഹാസനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 1282 വർഷത്തിന് ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് മാർപ്പാപ്പയായ വ്യക്തി, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായി മാർപ്പാപ്പയാകുന്ന വ്യക്തി, ജസ്യൂട്ട് സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുമായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ അന്ന് ആഗോള സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2013 ഫെബ്രുവരി 11 ശാരീരിക അവശതകൾ മൂലം തിരുസഭയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്ന ജർമ്മൻകാരൻ ബെനഡിക്ട് 16 പാപ്പ സ്ഥാനത്യാഗം പ്രഖ്യാപിച്ചത്. തുടർന്ന് 2013 മാർച്ചിൽ നടന്ന കോൺക്ലേവിൽ സഭാ ചരിത്രത്തിലെ 266 മാർപ്പാപ്പയായി അർജന്റീനക്കാരനായ കർദിനാൾ ജോർജ് മാരിയോ ബെർഗോളിയോ തെരഞ്ഞെടുക്കപ്പെട്ടു. ബ്യൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ ഒരു വാടക അപ്പാർട്ട്മെന്റിൽ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതാണ് ലളിത ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹനീയത. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരമാണ് മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതി. എന്നാൽ അവിടെ നിന്നും മാറി സാന്താ മാർത്തയിലെ 2 മുറികൾ ചേർന്ന കെട്ടിടത്തിലാണ് പത്രോസിന്റെ പിൻഗാമി ഒരു പതിറ്റാണ്ടിലധികം ജീവിച്ചത്. എളിമയും ലാളിത്യവും നിറഞ്ഞു നിന്ന ജീവിതം. ഈ വാക്കുകൾ തന്നെ മാർപ്പാപ്പയെ മുഴുവനായി വിഴുങ്ങിയിരുന്നു. എളിമ, ലാളിത്യം എന്നീ വാക്കുകൾ കാലപ്പഴക്കം ചെന്നവയല്ലെന്ന് ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിത മാതൃകയിലൂടെ തന്നെ ലോകത്തിന് കാണിച്ചു തന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കാം. 12 വർഷക്കാലം തിരുസഭയെ നയിച്ച ശേഷമാണ് പാപ്പ നിത്യതയിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ കത്തോലിക്ക സഭയുടെ തലവനെ അനുസ്മരിക്കുകയാണ്. വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രലിൽ പാപ്പയുടെ ഒരു ഫോട്ടോയും വെച്ചാണ് അനുസ്മരണം നടത്തുന്നത്. എന്തായാലും ഒരു വലിയ മാതൃകാപരമായ ജീവിതത്തിന്റെ ഉടമ, അതിലുപരി ഒരു വലിയ മനുഷ്യ സ്നേഹി, അതിലുപരി ദൈവത്തിന്റെ കാണപ്പെട്ട ദൈവത്തിന്റെ ഇടയൻ. അങ്ങനെ എത്ര സവിശേഷതകൾ, എത്ര വിശേഷങ്ങൾ പറഞ്ഞാലും തീരാത്ത വിധത്തിലാണ് മാർപ്പാപ്പയുടെ ഓരോ ചെയ്തികളും പ്രവർത്തികളും വാക്കുകളും ഒക്കെ തന്നെ. ഒരു വലിയ വിപ്ലവം തന്നെ 12 വർഷക്കാലം പാപ്പ ഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് സ്നേഹിച്ച് തന്നോട് ചേർത്ത് ദൈവത്തോട് ചേർത്ത് നിർത്താൻ പാപ്പ നടത്തിയ പരിശ്രമങ്ങൾ ഒക്കെ തന്നെയും വലിയ പ്രതീക്ഷകളാണ് മനുഷ്യ ലോകത്തിന്
ദൈവത്തിന് മനുഷ്യകുലത്തിന് നൽകിയെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി ആവില്ല. അതുകൊണ്ട് തന്നെ പുരോഗമനപരമായ ഈ നൂറ്റാണ്ടിന്റെ ഈ കാലയളവിന്റെ എല്ലാം തന്നെ ഒരു പ്രതീകമായി ലോകമുള്ളിടത്തോളം കാലം ദൈവത്തിന്റെ പ്രതിപുരുഷനായിരുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയായിരുന്നുവെന്ന് മാർപ്പാപ്പയുടെ ജീവിതത്തെ അനുസ്മരിക്കുന്ന ഭാവി തലമുറയ്ക്ക് തന്നെ മനസ്സിലാകും എന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. 88 വർഷത്തെ ജീവിതം കൊണ്ട് മനുഷ്യകുലത്തെ മുഴുവൻ സ്നേഹത്തിലൂടെ കീഴടക്കിയ ഒരു വലിയ മനുഷ്യൻ. യാത്രകൾ കൊണ്ട് ഏതാണ്ട് 48 പേപ്പൽ വിസിറ്റ് കൊണ്ട് ലോകത്തെ ജനങ്ങളെ മുഴുവൻ സ്നേഹിച്ച ഒരു വലിയ കരുണയുടെ മുഖം മാത്രമുള്ള ഒരു മനുഷ്യസ്നേഹി. ദൈവത്തിന്റെ വാക്കുകൾ എപ്പോഴും കടമെടുത്തുകൊണ്ട് മനുഷ്യരെ പലതും പഠിപ്പിച്ച വ്യക്തി. എന്തു തന്നെയായാലും പാപ്പയുടെ വിയോഗം കത്തോലിക്ക സഭയ്ക്കും ആഗോള മനുഷ്യകുലത്തിനും സ്നേഹം പ്രകടിപ്പിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ വേദനയും അതുപോലെ തന്നെ ഒരു നഷ്ടവുമാണ് പാപ്പായുടെ വിയോഗമെന്ന് ഞങ്ങളും കരുതുന്നു. പാപ്പായുടെ സ്നേഹസ്മരണയ്ക്ക് മുന്നിൽ, ജീവിത മാതൃകയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.